മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. അപ്പസ്തോല പ്രവൃത്തികൾ 8 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പസ്തോലന്മാരായ യോഹന്നാനും പത്രോസും അവര് ശമര്യയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൽ കൂടി അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ ഫിലിപ്പോസിലൂടെയും ഒക്കെ വലിയ ദൈവപ്രവൃത്തി അവിടെ നടക്കുമ്പോൾ ശമര്യ അവിടെയുള്ള ജനം വളരെ പേർ വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ദൈവശക്തി ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അക്കൂട്ടത്തിൽ ശീമോൻ എന്ന ഒരു ആഭിചാരകൻ മഹദി എന്ന ഒരു ദൈവശക്തി ആണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പല ആഭിചാരക്രിയകൾ ചെയ്ത് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അപ്പസ്തോലന്മാരിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അവനും വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് പത്രോസും യോഹന്നാനും ആ ജനത്തോട്, സ്നാനമേറ്റവരോട് ഒക്കെ ചോദിക്കുന്നതാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് സ്നാനമേറ്റിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുന്നു. തുടർന്നും അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് ഇറങ്ങി വരുന്നതുമൊക്കെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് കണ്ട ശീമോൻ ഈ അധികാരം തനിക്കും ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് ദ്രവ്യവുമായി അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പണത്തിന് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് ശ്രമിച്ച ശീമോനോട് അതിന്റെ 20 മുതൽ കീഴ്പോട്ട് ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആ ദ്രവ്യം അവനോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാർ അവനെ ശാസിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതവൻ പണത്തിന് വാങ്ങുവാൻ ശ്രമിച്ചു. അപ്പോൾ അവനോടുള്ള അവരുടെ ആ പ്രത്യുത്തരമാണ് അവിടെ 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവന് വീണ്ടും ഭയപ്പെട്ട് അവർ പറഞ്ഞതായ കാര്യങ്ങളൊന്നും അവന് ഭവിക്കാതിരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നതും കാണുവാൻ സാധിക്കും. അപ്പോൾ എക്കാലത്തും ദ്രവ്യസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഏതു മാർഗവും ഉപയോഗിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഫിലിപ്പോസ് പ്രസംഗിച്ച പ്രധാന കാര്യങ്ങൾ, അവിടെ ഒന്ന്, താൻ ദൈവവചനം പ്രസംഗിച്ചു. രണ്ടാമത്തെ കാര്യം, താൻ ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. മൂന്നാമത്തെ കാര്യം, ദൈവരാജ്യത്തെ കുറിച്ച് താന് ശക്തിയായിട്ട് പ്രസംഗിച്ചു. നാലാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് താന് അത് ശക്തിയോടുകൂടെ ചെയ്തത്, അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചത് എന്ന് ആ ഭാഗങ്ങളെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് അനേകർ മാനസാന്തരപ്പെട്ടു. അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങള്, അശുദ്ധാത്മാക്കൾ പുറത്തായി, വലിയ കൂട്ടം സ്നാനപ്പെടുവാനിടയായി, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനിടയായി, വലിയ സന്തോഷം അവരുടെ മേൽ ഉണ്ടാകുവാനിടയായി. ഇതെല്ലാം അതിന്റെ ഫലങ്ങളായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനന്തരം ഫിലിപ്പോസിനെ ദൈവം ശക്തീകരിക്കുന്നതും തന്നെ എസൈക്കുള്ള മരുഭൂമിയിലേക്ക് അയക്കുന്നതും, അവിടെ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായ മന്ത്രി സ്നാനപ്പെടുന്നതും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, നാം ഓർത്തിരിക്കേണ്ടുന്നതായ കാര്യം, ദൈവ വചനത്തിലൂടെ അഥവാ ക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പകരുന്നതായ ആ ശക്തി, ആ അധികാരം, അതാർക്കും തടുത്തു വെക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ പലപ്പോഴും പല വ്യാജമാർഗങ്ങളിലൂടെ അനേകർ പല നിലകളിലൂടെ കണ്ടതുപോലെ ഒരുപക്ഷെങ്കിൽ അത്ഭുതങ്ങളുടെ പുറകെ, അടയാളങ്ങളുടെ പുറകെയൊക്കെ ഓടാറുണ്ട്. അല്ലെങ്കിൽ ദ്രവ്യ സമ്പാദനത്തിന് വേണ്ടി ഏത് മാർഗങ്ങളും അവലംബിക്കാറുണ്ട്. എന്നാൽ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ
ദൈവവചനത്തിലൂടെ മാത്രമേ യഥാർത്ഥമായ ആത്മീക സന്തോഷവും ഐശ്വര്യവും നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവവചനത്തിൽ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയിർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെയോർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.